2023 ഒക്ടോബർ 7-ന് ദക്ഷിണ അതിർത്തിയിലൂടെ ഇരച്ചുകയറി ഹമാസ് പോരാളികൾ നടത്തിയ ആക്രമണം ഇസ്രായേൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു. ഹോളോകോസ്റ്റിന് ശേഷം ജൂതന്മാർക്ക് നേരെ നടക്കുന്ന ഏറ്റവും വലിയ ആക്രമണമെന്നാണ് ഇതിനെ ഇസ്രായേൽ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത്. സംഭവത്തിന് നടുക്കുന്ന ഓർമ്മകൾ ഇപ്പോഴും ഇസ്രായേലികളെ പേടി സ്വപ്നം പോലെ പിന്തുടരുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. എന്നാൽ ഒക്ടോബർ 7 ആക്രമണത്തിന് മുൻപ് ഹമാസിനെ ആക്രമിക്കാൻ ഇസ്രായേൽ നീക്കം നടത്തിയിരുന്നതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഏത് നിമിഷവും ഹമാസ് ആക്രമണത്തിന് സാധ്യതയുണ്ടെന്നും അതിനു മുൻപ് അങ്ങോട്ട് ആക്രമിക്കണമെന്നും ആവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ നെതന്യാഹുവിനെ സമീപിക്കുകയായിരുന്നു അത്രേ. ഹമാസ് തലവനായിരുന്ന യഹ്യ സിൻവാറിനെ വധിക്കാനും അനുമതി തേടിയിരുന്നു. എന്നാൽ ഇസ്രായേലിൽ നീക്കം മണത്തറിഞ്ഞ ഹമാസ് ഒക്ടോബർ 7-ന് അപ്രതീക്ഷിതമായ നീക്കത്തിലൂടെ ഇസ്രായേലിനെ ഞെട്ടിക്കുകയായിരുന്നു. ഇസ്രായേൽ സുരക്ഷാ വിഭാഗമായ ഷിൻബെത്തിന്റെ മേധാവി റോനൻ ബാറാണ് ഇപ്പോൾ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഹമാസ് ആക്രമണം നടക്കുന്നതിന് 6 ദിവസം മുൻപാണ് മുന്നറിയിപ്പുമായി ബാർ നെതന്യാഹുവിനെ സമീപിച്ചത്. ഹൃദ്രോഗ സംബന്ധമായ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി ആശുപത്രിയിൽ വിശ്രമത്തിലായിരുന്നു ആ സമയം ഇസ്രായേൽ പ്രധാനമന്ത്രി. ജുഡീഷ്യൽ പരിഷ്കരണ നീക്കത്തിനെതിരെ ഇസ്രായേലിലെങ്ങും നെതന്യാഹു വിരുദ്ധ പ്രക്ഷോഭം അലയടിക്കുന്ന സമയം കൂടിയായിരുന്നു അത്. ഒക്ടോബർ 7-ലെ സംഭവ വികാസങ്ങളെക്കുറിച്ച് ഷിൻബത്തിന്റെ വിശദമായ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. നെതന്യാഹുവിന് നൽകിയ യുദ്ധ മുന്നറിയിപ്പുകൾ അതിൽ വ്യക്തമാക്കുന്നുമുണ്ട്. ഇതോടൊപ്പം ആക്രമണ ദിവസത്തെ മുൻകരുതൽ നടപടികളും വിശദീകരിക്കുന്നുണ്ട് റിപ്പോർട്ട്. ഹമാസ് എന്തോ രഹസ്യ നീക്കം നടത്തുന്നുണ്ടെന്ന സൂചന സംഭവ ദിവസം തന്നെ ഇസ്രായേൽ സുരക്ഷാ വിഭാഗത്തിന് ലഭിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് വൈകിട്ട് 3:30-ന് ആക്രമണത്തിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് റോണൻ ബാർ മുതിർന്ന ഷിൻബത്ത് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർക്കുന്നുണ്ട്. ഇസ്രായേലി സിം കാർഡുകൾ വ്യാപകമായി ഗസയിൽ ഉപയോഗിക്കുന്നു, മുതിർന്ന ഹമാസ് കമാൻഡർമാർ തുരങ്കങ്ങളിലേക്ക് നീങ്ങുന്നു, ഇങ്ങനെ 2 സൂചനകളായിരുന്നു അത്രേ ഷിൻബത്തിന് ലഭിച്ചത്. ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറാനുള്ള നീക്കമായാണ് അന്ന് അതിനെ ബാർ വിലയിരുത്തിയത്. എന്നാൽ വിരലിലെണ്ണാവുന്ന ഹമാസ് അംഗങ്ങൾ മാത്രമായിരിക്കും നുഴഞ്ഞുകയറ്റത്തിന് ശ്രമം നടത്തുകയെന്നാണ് കണക്ക് കൂട്ടിയത്. രാത്രി ആയതോടെ ആക്രമണ സാധ്യതയില്ലെന്ന വിലയിരുത്തലുമായി ഉദ്യോഗസ്ഥർ. ഇസ്രായേൽ സിം കാർഡുകൾ ഉപയോഗിച്ചുവെന്ന് പറയുന്നത് അടുത്ത കാലത്തൊന്നുമല്ലെന്ന തരത്തിലുള്ള പുതിയ അപ്ഡേറ്റ്സും ലഭിച്ചു. എന്നാൽ പുലർച്ചെ 4 മണിയോടെ ഹമാസ് ആക്രമണ നീക്കത്തെക്കുറിച്ച് വീണ്ടും വിവരമെത്തി. പക്ഷേ ബാർ ഈ റിപ്പോർട്ടിനെ അത്ര വിലവച്ചില്ല. അതുകൊണ്ട് തന്നെ അതിർത്തിയിലേക്ക് 2 ഭീകരവിരുദ്ധ സ്ക്വാഡുകളെ അയക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. ഭയക്കുന്നത് നടന്നാലും ചെറിയ തോതിലുള്ള ആക്രമണമേ ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലിലായിരുന്നു സുരക്ഷാ ഏജൻസി തലവൻ. പുലർച്ചെ 6:13-നാണ് ഷിൻബത്ത് ചീഫ് ഓഫ് സ്റ്റാഫ് റോണൻ ബാറിനെ വിളിച്ച് വീണ്ടും നുഴഞ്ഞുകയറ്റ നീക്കമുണ്ടെന്ന വിവരം നൽകുന്നത്. സിൻവാറിനെയും മറ്റൊരു മുതിർന്ന ഹമാസ് നേതാവിന്റെയും ഫോൺ ലൊക്കേഷൻ അപ്പാർട്ട്മെന്റിൽ തന്നെയാണെന്നും തുരങ്കത്തിൽ എത്തിയിട്ടില്ലെന്നും ഇതോടൊപ്പം വ്യക്തമാക്കുകയും ചെയ്തു. ഏതാനും മിനിറ്റുകൾക്കകം പ്രധാനമന്ത്രിയുടെ സൈനിക സെക്രട്ടറി മേജർ ജനറൽ അവീഗിൽ നെതന്യാഹുവിനെയും വിളിക്കുന്നുണ്ട്. 6:29-നായിരുന്നു ഈ കോൾ. അപ്പോഴേക്കും ദക്ഷിണ അതിർത്തിയിലൂടെ ആയിരക്കണക്കിന് ഹമാസ് പോരാളികൾ ഇരച്ചു കയറുകയും നീർ ഓസ്, ബീരി, കിഫർ അസ, നെറ്റിയ ഹുസറ, അലുമീൻ തുടങ്ങിയ ഗ്രാമങ്ങൾ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തിരുന്നു. ഇതേസമയം ഇസ്രായേൽ ലക്ഷ്യമിട്ട് 4300-ഓളം റോക്കറ്റുകളും ഗസയിൽ നിന്ന് വർഷിച്ചു. നോവ മ്യൂസിക് ഫെസ്റ്റിവൽ ഉൾപ്പെടെ ആക്രമണവും ഉണ്ടായി. 1200 ഇസ്രായേലികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 251 ഇസ്രായേലുകളെ വീടുകളിൽ നിന്നും മറ്റും ഗസയിലേക്ക് ബന്ദികളായി പിടിച്ചുകൊണ്ടു പോകുകയും ചെയ്തു ഹമാസ് പോരാളികൾ. ഒക്ടോബർ ആക്രമണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയതായി കഴിഞ്ഞ ഡിസംബറിലും ഷിൻബത്ത് മേധാവി സൂചിപ്പിച്ചിരുന്നു. ആശുപത്രിയിൽ നെതന്യാഹുവിനെ നേരിൽ കണ്ട് ഹമാസ് നീക്കത്തെക്കുറിച്ച് സൂചിപ്പിച്ച വിവരമാണ് അന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയത്. വളരെ തന്ത്രപരമായൊരു യുദ്ധ മുന്നറിയിപ്പ് നൽകാൻ എത്തിയതാണെന്ന് പറഞ്ഞാണ് റോണൻ ബാർ നെതന്യാഹുവിനോട് സംസാരം തുടങ്ങുന്നത്. എപ്പോൾ എവിടെയെന്നൊന്നും ഇപ്പോൾ പറയാനാകില്ല. പക്ഷേ ജുഡീഷ്യൽ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ ഇസ്രായേലിന്റെ ശത്രുക്കൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ ദുർബലമായ സ്ഥിതി അവർ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയായിരുന്നു ഷിൻബത്ത് തലവൻ നെതന്യാഹുവിന് മുന്നറിയിപ്പ് നൽകിയത്. ജുഡീഷ്യൽ പരിഷ്കരണ പരിപാടികൾ തൽക്കാലത്തേക്ക് നിർത്തിവെക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ആശുപത്രിയിലേക്ക് IDF മേധാവി ഹെർസി ഹാലവിയുടെ കത്തുമെത്തി. ഇസ്രായേൽ സൈന്യത്തിന്റെ മുന്നൊരുക്കങ്ങളെ പുതിയ സംഭവ വികാസങ്ങൾ കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്നും ഇതിൽ നിന്ന് തിരിച്ചുവരാൻ സമയമെടുക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ജുഡീഷ്യൽ പരിഷ്കരണവും അതേ തുടർന്നുള്ള ജനകീയ പ്രക്ഷോഭവുമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. നിലവിൽ ഇസ്രായേലിൽ അപകടകരമായ സ്ഥിതിയാണുള്ളത്. ഈ സ്ഥിതിഗതികൾ വെച്ച് രാജ്യം ഉടൻ ആക്രമിക്കപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ടെന്നും ഹാലവി മുന്നറിയിപ്പ് നൽകി. എന്നാൽ ഈ പറയുന്ന മുന്നറിയിപ്പുകളൊന്നും നെതന്യാഹുവിന് ലഭിച്ചില്ലെന്നാണ് പിന്നീട് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വാദിച്ചത്. ആക്രമണം നടക്കുന്നതിന്റെ മുൻപോ ആ ദിവസമോ പ്രധാനമന്ത്രിക്ക് മുന്നറിയിപ്പ് നൽകാൻ ഒരാളും തയ്യാറായില്ല. അക്കാര്യം അദ്ദേഹത്തെ അറിയിച്ചിരുന്നെങ്കിൽ ഒക്ടോബർ 7-ലെ സംഭവ വികാസങ്ങൾ ഇങ്ങനെ ആയിരിക്കില്ല അവസാനിക്കുക എന്നുമാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അവകാശപ്പെടുന്നത്.